നാട്ടിനെ എന്തായാലും ക്ലീറ്റോ ചേട്ടന്റെ മാറ്റം കൊള്ളാം അല്ലേ? ഭയങ്കര നല്ലതാ. എന്താ നാത്തുനെ എന്തായാലും കയ്യില് പൈസ വന്നപ്പോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണല്ലേ? ഭയങ്കര ഒന്നും പറഞ്ഞില്ല. എടി അല്പന അർത്ഥം കിട്ടിയപ്പോ അർദ്ധരാത്രിയിൽ കൊട പിടിക്കണമെന്ന് പറഞ്ഞ പോലെ ക്ലീറ്റോന്റെ കാര്യം കേന്നല്ല. പൈസ ഇങ്ങനെ ദൂർത്തടിക്കാനുള്ളതാണോ? അത് ശരി, ഇപ്പൊ ദൂർത്തടിക്കലായി. ഇത്രയും കാലം ഒരു കാര്യവും നോക്കണില്ല എന്നായിരുന്നു. ഇപ്പൊ കൃത്യമായിട്ട് കാര്യം നോക്കാൻ തുടങ്ങിയപ്പോ ദൂർത്തടിക്കലായി. കൃത്യമായിട്ട് നീ ആ അടുക്കളയിൽ വന്നൊന്ന് നോക്കി എന്തൊക്കെ അതിനകത്തിരിക്കണേന്നുള്ളത്. എന്താ? 5 പാക്കറ്റ് ഉപ്പ്. ഞാൻ ഉപ്പ് ഒഴുങ്ങിയല്ലേ ജീവിക്കണത്. 5 പാക്കറ്റ് ഉപ്പ്, 1.5 കിലോ പച്ചമുളക്, 1/2 കിലോ കടുക്. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? എന്നാ 10 കിലോ അരി കൂടുതൽ മേടിക്കാൻ ആ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. അത് നാളെ. അതറിയാൻ പാടില്ലാത്തോണ്ടല്ലേ? അറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുന്നത്. ഇഷ്ടം പോലെ അങ്ങോട്ട് തോന്നിയവാസം ചെലവാക്കുക ചെയ്യണത്. കുറെ ചീഞ്ഞ പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മറ്റെന്താ പച്ച റോബസ്റ്റ് പഴം. എന്തിനാ? 2 ദിവസം കഴിയുമ്പോൾ അത് ചീത്തായി പോവില്ലേ? ബോധം ഒട്ടില്ലേ എന്തായാലും. ഇന്നെന്ത് തലയ്ക്ക് വെളിവില്ലാന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ പറയല്ലേ. നാത്തും കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് എഴുതി കൊടുത്തു നോക്ക്, അതുപോലെ മേടിച്ചോണ്ട് വരും. അതിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ പൈസ കിട്ടിയപ്പോ വർഷങ്ങളായിട്ട് പുള്ളി തന്നെയാ കുടുംബം നോക്കണെന്നുള്ള ഭാവത്തിലാ. എന്റെ തല കൊയ്യണു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇഷ്ടം പോലെ ചെയ്യട്ടെ. എന്തായാലും ലാവിഷാ. കാരണം അമ്മയ്ക്ക് ഇവിടെ 6 മാസത്തേക്കുള്ള കുഴമ്പറ്റേ കൊണ്ടുവന്ന് വെച്ചാണ്. എന്താടി കനകൻ ഓട്ടോറിക്ഷയില്? അയ്യോ ക്ലീറ്റോ, ഇതെന്താ ദൈവമേ, അത് പിടിച്ചാണ്. മഴ വേഗം കേറ്. ഒരു സ്ഥലത്തും തൊടാനും വയ്യ. പോണ വരെ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഇതെന്താ ഇത്? കണ്ണെന്തേ? ദൈവം തമ്പുരാനെ, ഇതെന്താടാ? പോയിട്ടൊരു 12,000 രൂപ എടുത്തോണ്ട് പോവാ. 12 അല്ല, 12,500. ഇതെന്താന്ന് പറയാന്ന്. ഇത് നീ കൂടുതൽ അഭിനയിക്കാൻ നിൽക്കൊന്നും വേണ്ട. ആ 12,500 രൂപ കൊണ്ടാ. ഏട്ടാ എന്താ ഉണ്ടായെന്ന് പറ. 12,500 രൂപ ഞാൻ ആശുപത്രി കൊടുത്തതേ. അതും എടുത്തോണ്ട് പോവാന്ന്. നീ 12,500 പറയാതെ എന്താ സംഭവിച്ചത് പറ കനക. ഇവൻ കാണിച്ച തോന്നിയാസം എന്താണെന്നറിയാമോ? ഇവന്റെ പാർട്ടി ഓഫീസിന്റെ നവീകരണത്തിനാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഫണ്ടിന്ന് 1 ലക്ഷം ഉറുപ്പിയാണ് കട്ടത്. അമ്മയ്ക്ക് 6 മാസത്തെ മരുന്ന്, പിന്നെ ഇവിടുത്തെ ഈ ധാരാളിത്തം, ഇവന്റെ കൂട്ടുകാരായിട്ടുള്ള വണ്ടിയൊക്കെ വിളിച്ചിട്ടുള്ള കറക്കം, ഇതൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുള്ള പൈസ അല്ലാന്ന്. ആ പൈസ എടുത്താണ് ക്ലീറ്റോ മാതിരിയൊക്കെ കാണിച്ചത് ആണോന്ന്? എന്താ സംഭവം എന്നറിയാമോ? ബിൽഡിങ്ങിന്റെ എന്തൊക്കെയോ ഓട് അതും ഇതൊക്കെ എവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തോ പട്ടിക കഴുക്കൂല് അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഫാന് ഇതൊക്കെ ഏതോ കുറഞ്ഞ കമ്പനിക്കാരുടെ ഫാനുകൾ കൊണ്ടുവന്നിട്ടാണ് ഫിറ്റ് ചെയ്തത്. ഇവർ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാൻ ഇതാ കറങ്ങി അവസാനം അത് പൊട്ടിയിട്ട് തലയിൽ വീണം. എങ്ങനെ ഇവന്റെ തലയിൽ മാത്രമായിട്ട് വീണത്? അതെ, മുകളിലൊരാളുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ക്ലീറ്റോ ചേട്ടാ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കണ്ടവന്റെ പൈസ നമുക്ക് എന്തിനാ? ഞാനത് അടിച്ചു മാറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും. ഇപ്പൊ കിട്ടിയല്ലോ. പിന്നെ ആശുപത്രി പോയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, മറിച്ച ടെസ്റ്റ്, ഇതാ തലയുടെ മറ്റേ ഈ എന്താണ് CT സ്കാൻ അല്ലേ, അതൊക്കെ അടക്കെടുക്കേണ്ടി വന്നു. 17,500 രൂപ കണ്ടാണ്. അവസാനം അവന്റെ കയ്യിലുള്ള എന്താണ് വെറും 5,000 രൂപ. ബാക്കി പൈസ എടുത്തിട്ട് വാ. ഞാൻ ആ ഫാസിലെടുത്ത് കടം വാങ്ങിച്ചിട്ടാ തന്നത്. പിന്നെ കൊടുക്കാതെ പിന്നെ ആശുപത്രിയിൽ പോരാൻ പറ്റൂ? തന്നെത്താനെ ഉണ്ടാക്കാൻ അറിയാലോ. ഭയങ്കര കരുതലുള്ള ആളല്ലേ. പോക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ വീശലുണ്ടായല്ലോ. 1,000 രൂപ ഇത്രയും പൈസ കിട്ടിയതല്ലേടാ. എന്നോടൊരു വാക്ക് പറഞ്ഞില്ല ക്ലീറ്റോ. എന്നിട്ട് കൊറേ മലക്കറി അടുക്കള കടക്കാൻ പാടില്ല. ഉപ്പ് മുളകൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. 5 കിലോ ഉപ്പ്, 5 കിലോ പഞ്ചസാര. ആർക്ക് തിന്നെ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ അല്ലേ? ഇങ്ങനെ വിചാരിക്കണവന്മാർക്കൊക്കെ ഉള്ള പാടാ അത്. കുടുംബമായിട്ട് ജീവിക്കുമ്പോഴേ നാളത്തേക്ക് ഒരു ഇത്തിരി കരുതി വെച്ച് ജീവിക്കണം. ഇനിയെങ്കിലും അതൊന്ന് പഠിച്ചോ. എന്റെ പൈസ എവിടെ? അത് കടമായിട്ട് കൂട്ടിക്കോളിയാ.